ഹായ് ഫ്രണ്ട്സ്, ഇത് നമുക്ക് ഒരു അടിപൊളി ഇറച്ചിച്ചോറ് ഉണ്ടാക്കിയാലോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ് ഇറച്ചിച്ചോറ്. നല്ല ടേസ്റ്റാണ്. അധികം നെയ്യ്, വെളിച്ചെണ്ണ, ഓയില് ഇതൊന്നും അധികം വേണ്ട, കുറഞ്ഞത് മതി. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കും ചെയ്യാം. നമുക്ക് ഉണ്ടാക്കാം. ആദ്യം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇതെല്ലാം പാന് വെച്ചിട്ട് ഇച്ചിരി ബീഫ് മസാലയും കൂടെ കൂടിയിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക. എന്നിട്ട് നല്ല ബീഫ് നല്ല കഴുകി വൃത്തിയാക്കിയിൽ നല്ലോട്ട് മിക്സ് ചെയ്തിട്ട് ഇച്ചിരി നേരം അവിടെ അത് പിടിക്കാൻ വേണ്ടിയിട്ട് അത് മാറ്റി വെക്കാം. എന്നിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പെരുംജീരകം, പച്ചമുളക് ഒരു 10-15 വേണം. ഒരു 10 കുറഞ്ഞു വേണം. എരിവില്ലാതാണെങ്കിൽ ഒരു 10 വേണം. കാരണം നമ്മൾ ഇച്ചിരി മുളക് പൊടിയല്ലേ ചേർത്ത്, അതുകൊണ്ടാണ് പച്ചമുളക് നമ്മൾ 10-15 എന്ന് പറഞ്ഞത്. ഞാൻ നല്ല എരിവില്ല പച്ചമുളക്, അതുകൊണ്ട് 10 ചേർത്തിട്ടുള്ളൂ. അതും ചതച്ചെടുക്കുക. എന്നിട്ട് കുക്കർ അടുപ്പത്ത് വെച്ച് നെയ്യ്, പിന്നെ ഇച്ചിരി വെളിച്ചെണ്ണ. നമ്മൾ ഇച്ചിരി ഒഴിച്ചാൽ മതി, കാരണം ബീഫിനൊക്കെ ഇച്ചിരി നെയ്യ് ഉണ്ടെങ്കിൽ അതുണ്ടാവും. പിന്നെ അതിലേക്ക് ഏലക്കായ്, ഗ്രാമ്പു, പട്ട ഇവയെല്ലാം ഒന്നതായി വരുമ്പോൾ വലിയുള്ളി, നമ്മൾ എടുത്ത് വെച്ച വലിയുള്ളി അല്ലേ, അത് നല്ല ബ്രൗൺ ആവണ്ട, ഇച്ചിരി വാട്ടുക. എന്നിട്ട് തക്കാളി ഇടുക. തക്കാളി ഇച്ചിരി വാടി വരുമ്പോൾ ഇച്ചിരി ഉപ്പിടുക, ഒന്ന് വാടി വരാൻ വേണ്ടിയിട്ട്. ഉപ്പിട്ട് മിക്സ് ചെയ്തിട്ട് ഈ പച്ചമുളകും ഈ വെളുത്തുള്ളി ഇഞ്ചി അരച്ച് വെച്ചല്ലേ അതും കൂടെ അതിലേക്ക് ചേർത്ത് ഒന്നിങ്ങനെ ബ്രൗൺ കളറായി വരുമ്പോൾ നമ്മൾ ഈ ബീഫ് മസാല തേച്ച് വെച്ച് പിടിക്കാൻ വെച്ചല്ലേ അത് അതിലേക്ക് ഇട്ട് നല്ലോണം ഇളക്കി യോജിപ്പിക്കാം. നല്ലോണം ഇളക്കണം. അത്യാവശ്യം നല്ല ഇളക്കി വെള്ളം ഒഴിക്കുക ആവശ്യത്തിന്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി വെള്ളം കൂടിക്കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ അതിലിട്ടിട്ട് തന്നെയാണല്ലോ ചോറ് വെക്കുന്നത്. ഇച്ചിരി മല്ലിച്ചപ്പും ഇട്ടാൽ നല്ലൊരു ടേസ്റ്റാണ്. ഇനി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, മല്ലിച്ചപ്പ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നെ ഞാൻ നമ്മൾ മസാല കൂട്ടി ആ ചട്ടിയിലുള്ള വെള്ളം തന്നെയാണ് ഒഴിച്ചത്. അതും കൂടി ആയിക്കഴിഞ്ഞാൽ ആ മസാല കളയണ്ടല്ലോ. ഒരു പാത്രം വെച്ച് കുക്കർ മൂടി വെക്കുക. എന്നിട്ട് ഒരു 4-5 വിസിൽ വരുന്ന വരെ, 3/4 വേവാവണ വരെ അതവിടെ നിൽക്കട്ടെ. അപ്പോഴേക്കും അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ടാവും. 3/4 വേവായിട്ടുണ്ട്. അപ്പോൾ അരി ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിൽ അരി, അതിന് 2 പാത്രം വെള്ളം. എൻ്റെ കറിയിൽ ഇച്ചിരി വെള്ളം ഉണ്ടായതുകൊണ്ട് ഞാൻ ഒരു പാത്രം വെള്ളം ഒഴിച്ചുള്ളൂ. ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് കുക്കർ മൂടി വെക്കുക. എന്നിട്ട് 2 വിസിലടിപ്പിക്കാം. 2 വിസിലടിച്ചിട്ട് നമ്മൾ ആ കുക്കർ ഓപ്പൺ ചെയ്യരുത്. അതിൻ്റെ വിസിൽ മൊത്തം പോയി കഴിയുമ്പോൾ ഇതിൽ ഇച്ചിരി വെള്ളം ഉണ്ടെങ്കിൽ ഡ്രൈ ആവാനൊക്കെ നല്ലതാണ്. പിന്നെ നല്ല ഇളക്കി യോജിപ്പിച്ച് നല്ല ഇളക്കുക. ഇനി വേണമെങ്കിൽ ഇച്ചിരി നെയ്യോ എന്തെങ്കിലും ഇങ്ങനെ മേലെ ഒഴിച്ചു കൊടുക്കുക. എനിക്ക് അടിപൊളി നല്ല ടേസ്റ്റിയായ ഇറച്ചിച്ചോറ് തയ്യാറായിട്ടുണ്ട്.